ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് എൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ മേടിക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ 4ാം ക്ലാസ്സിലോട്ടാണ് അടുത്തത് പോകാൻ പോകുന്നത്. ഇന്നലെ രാത്രി ഫുള്ളും കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഫുള്ളും മറ്റേ മഴയും ഇടിയൊക്കെ ആയതുകൊണ്ട് കാറ്റൊക്കെ മരം മറിഞ്ഞ് പോസ്റ്റിലോട്ട് വീണുകൊണ്ടാണ് കറണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കണമായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ബസ്സിലിരുന്ന് വന്നതും ചിരിച്ചും കളിച്ചും നടക്കണതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിലോട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ പുതിയ സ്ഥലം പോലെ തോന്നി ഗൈസ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു മാസമൊക്കെ ആയി ഇവിടെ വന്നിട്ട്. ആദ്യം വന്നത് ഞാൻ റിപ്പോർട്ട് മേടിക്കാനായിരുന്നു ഓപ്പൺ ഹൗസിൻ്റെ. അപ്പം ഞങ്ങൾ പാർക്ക് ചെയ്യാൻ പോണേ ഗേൾസ്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ പണ്ട് വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം. PT-ക്കൊക്കെ ചില സമയത്ത് അവിടെ ഗ്രൗണ്ടിൽ ഇറക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ മറ്റേ അവിടെ ഒരു സ്ഥലമുണ്ട് ഇങ്ങനെ തീട്ടി പോണ പോലെ, അതിലൊക്കെ ഞങ്ങൾ കയറി കളിക്കുമായിരുന്നു. അപ്പോൾ ഗേൾസ്, ഞങ്ങൾ ഇപ്പോൾ സ്കൂളിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പേ ചെയ്യാൻ പോണെയാണ്. ഞാനും അപ്പയും കൂടെ ഇവിടെ പുറത്തിരുന്ന് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതേ എൻ്റെ അമ്മ പേ ചെയ്യാൻ കയറിയിട്ടുണ്ട്. ഇപ്പോൾ വരും എൻ്റെ അമ്മ ഗൈസ്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യമൊക്കെ ഓർമ്മ വന്നു. ഞങ്ങൾ പണ്ട് ഇവിടെയൊക്കെ കളിക്കുമായിരുന്നു. പിന്നെ ചില സമയത്ത് PT സാർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് ഇരുത്തി ഞങ്ങൾ മറ്റേ സ്റ്റോൺ പേപ്പർ സിസേഴ്സൊക്കെ കളിക്കണ ഓർമ്മ വന്നു. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് കുറേ ബുക്കുള്ളത്. ഞങ്ങളുടെ ബുക്കും എല്ലാ ക്ലാസ്സിലത്തെ ബുക്കും. പിന്നെ ഞങ്ങൾ എല്ലാ ബുക്കും ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി വെറുതെ ഞങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തു. ഇവിടെ വന്നിട്ട് ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് ക്രോസ് ചെക്ക് ചെയ്തത്. അപ്പോൾ ഇതിലുള്ളത് MI EVS പിന്നെ മാത്സ് അതുപോലത്തെ ബുക്കൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ഗൈസ്, പണ്ടത്തെ ബുക്ക് പോലെ തന്നെയാണ് ഇതും. ഞാൻ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല. 4ാം ക്ലാസ്സിലോട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് പുതിയ ബുക്കൊക്കെ വന്നെ. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ബുക്കൊക്കെ നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതിലത്തെ പിക്ചറൊക്കെ കാണാൻ കൊള്ളായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് പോണേയാണേ. ഞങ്ങൾ ബുക്കെല്ലാം മേടിച്ചു കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് വിശന്നായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കടയിലോട്ട് പോണേയാണേ. എൻ്റെ അപ്പയ്ക്ക് എപ്പോഴും മുണ്ടെടുക്കാനാണ് ഇഷ്ടം. മറ്റേ ഞങ്ങളൊരു സിനിമ ഉണ്ട്, ഭരതനാട്യം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. ആ സിനിമയിൽ ഒരു ക്യാരക്ടർ മറ്റേ മുണ്ടെടുത്ത് കിടന്നപ്പോൾ അപ്പയ്ക്ക് അതിൽ മുണ്ടെടുക്കാൻ തോന്നി. അപ്പോൾ അന്ന് ഞങ്ങൾ മറ്റേ എവിടെയോ പോകാൻ വേണ്ടി നടന്നപ്പോൾ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു പോകുന്നത്. അപ്പോൾ അപ്പയ്ക്ക് മുണ്ടെടുക്കാനായിരുന്നു തോന്നിയത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കടയിലോട്ട് ചെല്ലണയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോണയാണ് സ്കൂളിൽ നിന്ന്. അപ്പോൾ ഗൈസ്, ഞങ്ങളൊരു കടയിൽ കയറി, കുഞ്ഞുണ്ണി നായസ് കട. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളത് മസാല ദോശയാണ്. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ദോശയാണ്. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും വലിയത് ദോശയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ബുക്കൊക്കെ മേടിക്കാൻ. പിന്നെ ബുക്ക് കവർ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് പേപ്പറൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. പിന്നെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ബുക്കൊക്കെ മേടിച്ച് അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോണേ. അപ്പോൾ ബൈ.